മനുഷ്യന്മാരെ മണ്ടന്മാരാക്കുന്ന പരിപാടിയാണ്. അറിയില്ലാന്ന് തോന്നുന്നു ഇന്നാണ് റിലീസ്. ആക്ച്വലി ക്രൗഡ് കുറവായിരുന്നു. എന്താ പറയാ, ഇവർ അബ്ജക്ഷൻ ഇവർ ഓണർ വലിയ കാര്യങ്ങളൊന്നും അതിനകത്തില്ല. ഒരു സ്ത്രീക്ക് കുറച്ചുകൂടെ നീതിയായിട്ട് തോന്നാത്ത മാധവന്റെ അഭിനയാണ്. പുള്ളി കേട്ട് ഈ കഥ മനസ്സിലായി, കഥ അറിയാൻ പറ്റി, ത്രില്ലടിപ്പിച്ചോ? സെക്കൻഡ് ഹാഫ് വലിയ ഒരു സാധാരണ ഒരു ക്ലീഷേ പോലെ, പക്ഷേ ബോറടിക്കുന്നൊന്നുമില്ല സിനിമ. അത് ചോദിക്കാൻ വേണ്ടിയിരിക്കുകയായിരുന്നു. വിവാദം എന്ന് പറഞ്ഞാൽ എനിക്ക് ചോദിക്കാനുള്ള സെൻസർ ബോർഡിനാണ്. ഞാനടക്കം കൊടുക്കുന്ന മനുഷ്യന്മാരുടെ ടാക്സിൻ്റെ ഇത് വെച്ചിട്ടാണ് അവന്മാരവിടെ ഉണ്ണുന്നത്. അപ്പം നമ്മളോട് ജനങ്ങളോടൊരു പ്രതിബദ്ധതയോടെ ഇതിനകത്ത് എന്ത് കോപ്പാടോ സെൻസർ ബോർഡ് ഉള്ളത്? നിങ്ങൾ വലിയ ഇതുണ്ടാക്കിയ ജാനകി എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ പേര് വയ്ക്കാൻ പാടുള്ള മറ്റത്, ഇതിനകത്ത് എന്താണ് ഈ സിനിമയ്ക്കകത്തുള്ളത്? സെൻസർ ബോർഡ് എന്ന് പറയുന്നത് മനുഷ്യന്മാരെ മണ്ടന്മാരാക്കുന്ന പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എടാ, ഞങ്ങൾ തരുന്ന ടാക്സിൻ്റെ പുറത്താണ് നീയൊക്കെ സെൻസർ ബോർഡും ബാക്കിയുള്ള എല്ലാ പരിപാടിയും അവിടെ ഓട്ടിക്കുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ തക്കതായിട്ടുള്ള ഈ സിനിമയ്ക്കകത്ത് നിങ്ങൾ കാണിച്ചു തരണം. ആ ഒരു സാധനം ഇതിനകത്തില്ല. അപ്പോൾ നമ്മുടെയൊക്കെ ടാക്സും വാങ്ങിച്ചിട്ട് നിങ്ങൾ ഫുഡും അടിച്ചിട്ട് നിങ്ങൾക്കൊക്കെ പറ്റുന്നതല്ല ഇവിടുത്തെ നിയമവും ഇവിടുത്തെ ഭരണഘടനയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇനിയെങ്കിലും മനസ്സിലാക്കുക. സെൻസർ ബോർഡാണെങ്കിൽ ഏത് പോപ്പിലെ ബോർഡാണെങ്കിൽ ബോർഡ് വേണം. ഇല്ല, സെൻസർ ബോർഡ് വേണം. കാരണം അല്ലെങ്കിൽ എന്ത് തോന്നിയാസവും ആർക്ക് വേണമെങ്കിലും കാണിക്കാമല്ല. അതുകൊണ്ട് സെൻസർ ബോർഡ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല. സെൻസർ ബോർഡ് വേണം, ഡെഫിനറ്റ്ലി വേണം. എങ്കിൽ പിന്നെ സിനിമയിൽ നമ്മുടെ ഈ വെബ് സീരീസിൽ നമ്മുടെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ എന്തും കാണിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റ്ലി നമുക്കൊരു സിനിമാറ്റോഗ്രാഫ് റെഗുലേഷൻ ആക്റ്റും റൂളും അതെല്ലാം ഉള്ളതുകൊണ്ട് എന്തായാലും വേണം. സെൻസർ ബോർഡ് വേണമെന്ന് തന്നെയാണ് പറയുന്നത്. ഈ ആവശ്യമില്ലാത്ത ഈ പേരിലൊക്കെ എന്തിരിക്കുന്നു എന്നുള്ള കാര്യം അതെ വിവാദങ്ങൾ. കാരണം ഈ സിനിമ കണ്ടില്ലേ, ഒരു മാസം ആ സിനിമ ഒരു പെട്ടിക്കകത്തിരിക്കേണ്ടി വന്നു. നേരത്തെ ഇറങ്ങേണ്ട സിനിമയാണ്. പിന്നെ യാദൃച്ഛികമായിട്ട് സിനിമ ഇന്ന് രാമായണ മാസമായിട്ട് രാമൻ്റെയും ജാനകിയുടെയും എല്ലാവരും ഓർമ്മിക്കുന്ന ഒരു മാസത്തിൽ വളരെ യാദൃച്ഛികമായിട്ട് ഇന്ന് റിലീസായി. എന്തായാലും നല്ല മൂവി, എല്ലാവർക്കും ധൈര്യമായിട്ട് വന്ന് കാണാം. ഇന്നും സുരേഷ് ഗോപി എനിക്ക് ആകെ ഒരു അത്ര നന്നായിട്ട് തോന്നാത്ത മാധവൻ്റെ അഭിനയമാണ്. പുള്ളി പുതിയ ആക്ടറല്ലേ. അപ്പം പുള്ളിയുടെ ആദ്യത്തെ രണ്ടാമത്തെ സിനിമയൊക്കെ അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മ. പുള്ളി പിന്നീട് അച്ഛൻ എന്തായാലും വളരെ നല്ല ആക്ടറാണ്, ചേട്ടൻ നല്ല ആക്ടറാണ്. പുള്ളി മെച്ചപ്പെട്ടോളും. ഇതിൽ എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല. പക്ഷെ പുള്ളിക്ക് നല്ല കഥാപാത്രം കൊടുത്തിട്ടുണ്ട്. അച്ഛനും മോനും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ സീനൊക്കെ ഉണ്ട്. എന്തായാലും നല്ല മൂവിയാണ്. മാധവന് എന്തായാലും നല്ല ഒരു നടനായി മാറട്ടെ. ഇനി നല്ല കഥാപാത്രങ്ങൾ. പാടാൻ കുഴപ്പമില്ല ബ്രോ, പക്ഷേ ഈ സിനിമ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ പല സിനിമയുടെ കമ്പയർ ചെയ്തു. എനിക്ക് പേഴ്സണൽ ഓക്കെ കുഴപ്പമില്ല, പക്ഷെ വലിയ ഇത് കിട്ടിയിട്ടില്ല. കാരണം പുള്ളിയുടെ മറ്റേ പടമായ ചിന്താമണി കൊല കേസും എനിക്കൊരു ഗുമ്മ ഫീൽ ചെയ്യുന്നില്ല. പടം കൊള്ളാം, പക്ഷെ ഒരു ഗുമ്മ ഫീൽ ഇല്ല. ക്ലൈമാക്സ് കൊള്ളാം, ഒന്നുമില്ല, ഓക്കെ പടം കൊള്ളാം. കാരണം നമ്മളില്ലേ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരുന്ന പല പടങ്ങളും പല ഭാഷയിലുള്ള ഇതുള്ളതുകൊണ്ട് ഇത് ഞാൻ ആസ് എ പേഴ്സൺ അല്ല, ഞാൻ പല സിനിമ നമ്മൾ കാണുന്നുണ്ട്, നമ്മളെല്ലാം വിലയിരുത്തുമല്ലോ. അപ്പം പടം വെച്ച് നല്ല പൊളി പടമൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മളീ കണ്ട സാധനം തന്നെ പല രീതിയിൽ ആ ഒരു ഇത്, പക്ഷെ ക്ലൈമാക്സ് ഉള്ള രീതി ഒരു സംഭവം കൊള്ളാം, പടം കൊള്ളാം. പക്ഷേ പക്ഷേ ആ ഒരു അവസാനത്തെ സത്യം പറഞ്ഞാൽ അത്ര കുറച്ച് ലാഗും കൂടെ ഉണ്ട്. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ക്ലൈമാക്സിൻ്റെ ആ ഒരു എത്തുന്ന ഒരു ഇത് മുമ്പേണ് കൊണ്ട് എത്തിച്ചത്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അത്ര ലാഗിന് ആവശ്യമില്ല. പക്ഷെ കൊള്ളാം, സാധനം കൊള്ളാം. ഇതിനേക്കാളും കൊള്ളാമെന്നാണ് നേരെ ജനാനമനെ നമുക്ക് അറ്റ്ലീസ്റ്റ് ഇങ്ങനത്തെയൊക്കെ പടങ്ങളെ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറെ പിടിച്ചിരുത്തണം, ഒന്നുമില്ല. നല്ല സിനിമയാണ്. ഒരു സോഷ്യൽ റെലവൻസിനെ പറ്റിയ ഒരു മൂവിയാണ്. എനിക്ക് തോന്നുന്നു മിക്കവർക്കും അറിയില്ലാന്ന് തോന്നുന്നു ഇന്നാണ് റിലീസ്. ആക്ച്വലി ക്രൗഡ് കുറവായിരുന്നു. പക്ഷെ നമ്മുടെ യൂഷ്വൽ സുരേഷ് ഗോപി, പണ്ടത്തെ സുരേഷ് ഗോപി ഉണ്ടല്ലോ, നല്ല പഞ്ച് മാസ് ഡയലോഗൊക്കെ ഉള്ളത്, അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് അനുപമ പരമേശ്വരൻ പുള്ളിക്കാരുടെ ആക്ടിങ് ഭയങ്കര നല്ല സൂപ്പർ ആക്ടിങ് ആണ്. സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു മൂവി, മസ്റ്റ് വാച്ച് എന്ന് തന്നെ പറയാം. ബിക്കോസ് നമുക്കറിയാത്ത കുറേ ലോ പോയിന്റ്സ്, അതായത് ഇങ്ങനെ ലോ പോയിന്റ്സ് ഉണ്ട് എന്നുള്ളത് സൊസൈറ്റിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു മൂവിയാണ്. നല്ല സിനിമയാണ്, നല്ല ത്രില്ലറാണ്. ഐ മീൻ ലാസ്റ്റ് വരെ നമുക്ക് ഫസ്റ്റ് ഹാഫ് വരെ നല്ല ത്രില്ലിംഗ് ആയിട്ട് പോയിട്ട് വില്ലൻ ആരാന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല ഒരു സെക്കൻഡ് ഹാഫ് വരുന്നവരെ. നല്ല മൂവി, ഇറ്റ് ഇസ് വർത്ത്. നല്ല ആക്ടിങ് ആണ് പുള്ളിക്കാരത്തി. അതായത് ഇത്രയും ചെയ്തതിൽ ഇത്രയും ഒരു ക്യാരക്ടർ റോൾ നല്ല സീരിയസ് ആയിട്ട് മെച്ചുവേർഡ് ആയിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമ നല്ല മാസം അങ്ങനെയല്ല, നല്ലൊരു മൂവി ആയിരുന്നു. എന്താ പറയാ, യുവർ അബ്ജക്ഷൻ യുവർ ഓണർ, യു മൈ പ്രൊസീഡ്, ദാറ്റ്സ് ഓൾ. പക്ഷേ അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല. എന്താ സമൂഹത്തിൽ എല്ലാവരും ഇത് കണ്ട് മനസ്സിലാക്കണം. കാര്യം ഈ പടം കാണേണ്ട ഒരു പടവും കൂടെയാണ്. വിവാദം അതിനെ നമ്മൾ ആരും സിനിമയായിട്ട് കാണണം, കഥയിൽ ചോദ്യമില്ല.
സിനിമയായിട്ട് കാണുക. അതിൽ സത്യമല്ല. അനുപമ പരമേശ്വരൻ നല്ല സൂപ്പർ ആക്ട് ചെയ്യാനും കുഴപ്പമില്ല. അത്യാവശ്യം കുറച്ച് കുഴപ്പമില്ല. പുള്ളി എന്തായാലും കുഴപ്പമില്ല. എന്നാലും ബാക്കി എല്ലാവരും നല്ല അടിപൊളിയായിരുന്നു. നന്നായിട്ടുണ്ട്. അതെ 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 അത്രയും അത് ആ ഒരു സംഭവത്തിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ കോൺട്രവേഴ്സിക്കുള്ള വലിയ കാര്യങ്ങളൊന്നും അതിനകത്തില്ല. ഒരു സ്ത്രീക്ക് കുറച്ചുകൂടെ നീതി കിട്ടണം എന്നുള്ള വേറൊരു ആംഗിളിൽ നിന്ന് പറഞ്ഞേക്കണം, അത്രേ ഉള്ളൂ. പടം ഒരു ആവറേജേ ഉള്ളൂ. എല്ലാം കൊള്ളാം. ക്ലൈമാക്സ് പിന്നെ ഫൈറ്റ് ഒക്കെ ഉണ്ട്. സസ്പെൻസ് ആണോ? ലാസ്റ്റ് ഒരു സസ്പെൻസ് ഇങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ട്. ആ പേരിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നു? ഇല്ല ഒരു കുഴപ്പമില്ല. അവർ പറഞ്ഞ രീതിക്ക് ഒരു ഇതില് കട്ട് ചെയ്യേണ്ട വിധത്തിലൊന്നും ഇല്ല. ജാനകിന്റെ പേര് അവിടെ പറയുന്നുണ്ട്. പുതിയ പേരെന്താ? അല്ല, ജാനകി തന്നെയാണ് പറയുന്നത്. ത്രില്ലർ ആണോ ചോദിച്ചാൽ ഈ വില്ലൻ ആരാണെങ്കിലും ലാസ്റ്റ് വരെ കാണിക്കില്ല. അതാണ് ക്ലൈമാക്സിലെ അത് റിവീലാണ്.